ഇതിലൊരു ത്യാഗത്തിന്റെ കഥയുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ മെയിൻ സർവശ്രീ ചാക്ക് ചന്ദ്രനായിരുന്നു. അതെ, പുള്ളി പറഞ്ഞു എനിക്ക് ഈ ഗിഫ്റ്റ് ഹാമ്പർ കൊണ്ട് ഉപയോഗമില്ല, കാരണം പുള്ളി കുളിക്കൂല, വേറെ ആരുടെ കൊടുത്താൽ പറഞ്ഞു. അങ്ങനെയാണ് ചാക്ക് ചന്ദ്രന്റെ ഇന്നത്തെ മെയിൻ ഒന്ന് മാറ്റിയിരിക്കുകയാണ്. നമ്മളെ പിള്ളേരാണ് ഇരിക്കുന്നത്. ആരാ പിള്ളേര് പറഞ്ഞ് ചന്ദ്രൻ ചേട്ടൻ തന്നെ മെയിൻ എന്ന്. അങ്ങനെയല്ല, നമ്മുടെ പിള്ളേരും പിള്ളേരുടെ പിള്ളേരുമാണ് ആയിരിക്കുന്നത്. ഒരാള് പറയട്ടെ, അതിരിക്കുന്ന ഒരാള് ചാക്ക് ചന്ദ്രനാണ് മെയിൻ എന്ന് പറഞ്ഞാൽ തരാം. സൈറ്റ് അടിക്കാനല്ല പറഞ്ഞത്, ചോദിക്കാൻ മറച്ചു വെച്ചിങ്ങനെ. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പം പറഞ്ഞല്ലോ ചേട്ടാ സൂപ്പർ എന്ന്. ചേട്ടാ സൂപ്പർ എന്നായിരിക്കല്ല, ചേട്ടാ പൊക്കോന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ ശ്വേത ചേച്ചി ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ആരാണ്? നോ ഡൗട്ട് ഷൈൻ. അതാണ്. അപ്പം ഇന്നത്തെ മെയിൻ മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഷൈൻ. എന്റെ മെയിൻ, ഇന്നത്തെ മെയിൻ പറയടാ. ഇന്നത്തെ മെയിൻ. ഇനി ഈ മെയിൻ ആവാനുള്ള കാരണം എന്താന്നുള്ളത് നമുക്ക് അറിയണ്ടേ? ബാ. എനിക്ക് തോഴിയെ കാണുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരും. എന്താണ് ഓർമ്മ വരുന്നത്? എന്റെ പഴയ കാമുകിയെ. അവൾ വീട് വിട്ടാൽ ജോലി, ജോലി വിട്ടാൽ വീട്, വീട് വിട്ടാൽ ജോലി, അങ്ങനെ ജീവിക്കുന്ന ഒരു പെണ്ണായിരുന്നു. എന്നിട്ട് നിങ്ങൾ അവളെ കെട്ടില്ലല്ലോ? അതോ, ഈ ജോലിക്കും വീടിനും ഇടയ്ക്ക് ഒരു ഓട്ടോക്കാരൻ പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. പൽവാൽ ആരാണ്? എന്റെ മകൻ. പുള്ളിക്കെതിരെ കേസുണ്ടേ. എന്നാ ഇവിടെ മകൻ, നിന്റെ മകൻ, എന്റെ മകൻ. അവ ആരേലും മകനാട്ടോ, നിനക്കെന്താടാ? പൽവാൽ ആരുടെ മകനാണ്? ഞാൻ ഒരു സത്യം പറഞ്ഞ നീ വിശ്വസിക്കുവോ? എന്ത്? അവൻ അനാഥനാണ്. അതായത് എന്നെ തിരിച്ചറിയുന്നത് ഈ മീശ വെച്ചാണ്. മീശ വെച്ച് തിരിച്ചറിയാൻ നിങ്ങൾ തരും പൂച്ചേ? അതല്ല, അങ്ങനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പകിട് കളിച്ചാലോ? പകിട കളിക്കാനോ? പകിട കളിക്കാൻ എനിക്ക് അറിയില്ല രാജൻ. വേണമെങ്കിൽ ക്യാരം ചെറുകൈ നോക്കാം. അത് നിന്നെ കണ്ടപ്പോഴേ എനിക്കറിയാം. എന്ത്? നീ കുഴി തെള്ളിയിടാൻ മിടുക്കിയ രാജീവല്ല പെണ്ണെ, രാജാവ്. ഇങ്ങനെ നിനക്ക് ഞാൻ ശമ്പളം തരത്തില്ല, ചുമ്മാ മനസ്സിനെ അല്ലെങ്കിൽ പിന്നെ എന്നും കറക്റ്റ് സ്ഥിരമായിട്ട് ശമ്പളം തരുന്ന പോലെ. മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വരുവാണ്. കിട്ടിയായിരുന്നു. ഒരു ഐസ് കട്ട വയലിട്ടിട്ട് പറയാമോ? ഈ AC-യുടെ ഫീല് കിട്ടാനാ. താനൊരു കാര്യം വിളിക്കണം, തന്റെ താളത്തിനൊത്ത് തുള്ളാൻ വന്ന ആളല്ല ഞാൻ. എന്നാ ഇയാളൊരു താളം പറ, നമ്മൾ ഒരുമിച്ച് ഞാൻ വിശത്തില്ല. വീശ ഒരാളെ ഡെയിലി ഷാപ്പിൽ നിന്ന് വീട്ടിൽ കൊണ്ടാക്കും. അതാരാ? എന്റെ കെട്ടിയോൻ. കല്യാണം കഴിഞ്ഞല്ലേ? കല്യാണത്തിന്റെ കാര്യം എന്നോട് പറഞ്ഞില്ല. കല്യാണം കഴിഞ്ഞു. നിന്റെ ഭർത്താവ് എന്ത് ചെയ്യുന്നു? എന്റെ ഭർത്താവ് ഒരു ചാക്ക് പഞ്ചസാരയും ഒറ്റയ്ക്ക് തല ചുമന്നുകൊണ്ട് ഒരു വരവുണ്ട് രാജൻ. അതെന്താ, നിങ്ങളുടെ വീട്ടിൽ ഒരു നേരത്തെ കാപ്പിക്ക് ഒരു ചാക്ക് പഞ്ചാര വേണോ? അതല്ല, യൂണിയൻ തൊഴിലാളിയാണെന്ന്. കേട്ടോ, ഇങ്ങനെ വേണം പെർഫോം ചെയ്യാൻ. അതല്ല ഉദ്ദേശിച്ചത്. ഇതാണ് സംഭവം. നിങ്ങളും ഉണ്ടായിരുന്നല്ലോ ഇതില് മെയിനാക്കാൻ വേണ്ടി. ഞങ്ങൾ താഴെ, പുള്ളിയായിരുന്നു അതില് മെയിൻ. എന്നിട്ട് ഇറങ്ങിട്ട് പറയണേ, ചന്ദ്രന്റെ കുഴപ്പമില്ല, ചാക്കിന്റെ പ്രശ്നമുണ്ട്. ചാക്ക് പൊത്തിരുന്ന് പിന്നെ ചാളൊക്കെ പോയത്. നല്ല ചാക്കായിരുന്നു, നീ മറിച്ചന. പക്ഷേ ഇതില് വേറൊരു കാര്യം, നമ്മൾ ഇത് റിയൽ ലൈഫായിട്ട് പറഞ്ഞാൽ ഒരു കാര്യം പറയാറുണ്ട്. ഇന്നത്തെ മെയിൻ രതീഷണനും കൂടെ ആണ് കേട്ടോ. ചാക്ക് ചന്ദ്രനല്ല, യഥാർത്ഥ രതീഷൻ. കാര്യം ഈ സ്കിറ്റിന്റെ ഗ്രൂമർ റൈറ്റർ രതീഷണനാണ്. അതെ, മാത്രമല്ല വോയിസ് ഓവർ ആ പോത്തിന് ഡബ് ചെയ്തത് രതീഷ്. ആ പോത്തിനെങ്കിലും മെയിൻ ആക്കുമെന്ന്. സാറേ, വയലില് പുല്ലിന്നോണ്ടിരുന്നപ്പം വിളിച്ചോണ്ട് പോയാണ് സാറ്. പോത്ത് വീഡിയോ കോളിൽ വന്നോണ്ടാണ് ഞങ്ങൾ അതിനെ മെയിൻ ആക്കാണ്ടിരുന്നത്. പക്ഷെ പോത്തിന്റെ രൂപത്തിൽ വന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും തന്നിരുന്നു. എന്തെല്ലാം മേഖലയല്ലേ, പോത്തിന്റെ ഡബിങ്, സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ. ഓൾ റൗണ്ടർ ആണ്. ഓൾ റൈറ്റ്, ശ്വേത ചേച്ചി നമ്മുടെ ഷൈന് ആ ക്രൗൺ നൽകേണ്ടതാണ്. സോ പ്ലീസ് ജോയിൻ us. കഴിഞ്ഞിട്ടില്ല, രാജാവിന് ഒരു സമ്മാനം കൂടി ഉണ്ട്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ കൂടെ നൽകുക. അങ്ങനെ